മുഖ്യമന്ത്രി ചർച്ചകൾ ചൂടുപിടിക്കുമ്പോൾ അപ്പുറത്ത് അടച്ചിട്ട മുറികളിൽ ഓരോ എംഎൽഎമാരെയും ഇരുത്തിക്കൊണ്ട് അവരുടെ പിന്തുണ ആർക്കെന്ന് ചോദിക്കുമ്പോഴാണ് ഇന്ദിരാഭവനിലേക്ക് ഷാഫിയുടെ മാസ് എൻട്രി. ഒരു മാധ്യമ ജാടയ്ക്ക് മുന്നിലും പിടികൊടുക്കാതെ കാറിൽ വന്നിറങ്ങിയ ഷാഫി അകത്തേക്ക് കയറുകയായിരുന്നു. തിരക്കിട്ട നീക്കങ്ങൾ നടക്കുമ്പോൾ ഷാഫിയുടെ സാന്നിധ്യം ചർച്ചകൾക്ക് ബലം കൂട്ടുകയാണ്. ആരാകും മുഖ്യമന്ത്രി? 3 പേരിലേക്ക് ചർച്ചകൾ വഴി തെളിയിക്കുമ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ തീരുമാനമാകും ഏറെ നിർണായകമാവുക. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ക്ലൈമാക്സിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ മാറിമറിയുന്നത്. മുഖ്യമന്ത്രി പദത്തിനായിട്ട് വടംവലി മുറുകുമ്പോൾ ആരെയും പിണക്കാതെയും എന്നാൽ ജനവികാരം മാനിച്ചും രാഹുൽ ഗാന്ധി എടുക്കാൻ പോകുന്ന ആ സർപ്രൈസ് തീരുമാനം എന്തായിരിക്കും എന്ന ആകാംക്ഷയിലാണ് കേരളം. അധികാര വടംവലിയിൽ ഗ്രൂപ്പുകളും നേതാക്കളും ചേരിതിരിഞ്ഞ് പോരാടുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ മൗനം ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും സംശയിക്കുകയാണ്. കെ.സി. വേണുഗോപാലിന്റെ ഡൽഹിയിലെ അനിവാര്യതയും രമേശ് ചെന്നിത്തലയുടെ അനുഭവ സമ്പത്തും വി.ഡി. സതീശന്റെ ആധുനിക കാഴ്ചപ്പാടുകളും ഒരേ സമയം തുലാസിലുണ്ട്. ശക്തി പ്രകടനം തെരുവിലേക്ക് നീങ്ങിയതിൽ അമർഷമുണ്ടെങ്കിലും കേരളത്തിലെ ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മാന്ത്രിക വടി രാഹുലിന്റെ കൈവശമുണ്ട് എന്നാണ് സൂചനകൾ. എംഎൽഎമാരുടെ ഭൂരിപക്ഷം നേടി അജയനായാലും കെ.സി. വേണുഗോപാലിന്റെ കേരളത്തിലെ ലാൻഡിംഗിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് നിർണായകമാണ്. സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കെ.സിയെ കേരളത്തിലേക്ക് അയക്കണോ എന്നതിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനമാണ് പ്രധാനം. ഇക്കാര്യത്തിൽ മല്ലികാർജുൻ ഖാർഗെയുമായിട്ട് നടന്ന ചർച്ചയിലും രാഹുൽ മനസ്സ് തുറന്നില്ല എന്നാണ് സൂചന. കെ.സിയെ പോലെ രാഹുൽ ഗാന്ധിക്ക് വിശ്വാസമുള്ള മറ്റൊരാൾ തൽക്കാലം ദില്ലിയിലില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ കെ.സി. വേണുഗോപാൽ ഉറച്ചു നിൽക്കുകയുമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി അല്ലെങ്കിൽ പിന്നെ ആര് എന്ന ചോദ്യം ഉയരുമ്പോൾ AICC നേതാക്കൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത രമേശ് ചെന്നിത്തലയ്ക്കുമാണ്. മല്ലികാർജുൻ ഖാർഗെയുമായുള്ള അടുപ്പം ചെന്നിത്തലയ്ക്ക് മുതൽക്കൂട്ടാകും. തനിക്ക് നറുക്ക് വീണില്ല എങ്കിൽ കേസ് നിർദ്ദേശിക്കുക ചെന്നിത്തലയായിരിക്കും. എന്നാൽ ജനവികാരം മാനിക്കണമെന്ന ലീഗിന്റെ നിലപാട് ഹൈക്കമാൻഡ് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ് നിർണായകം. മുതിർന്ന നേതാക്കളെയും പാർട്ടി എംപിമാരെയും ഉടൻ ദില്ലിക്ക് വിളിപ്പിക്കുമെന്നും സൂചനയുണ്ട്. മത്സരം മുറുകുന്നതിനിടയിൽ തന്റെ കാഴ്ചപ്പാടാണ് ജനം അംഗീകരിച്ചത് എന്ന സന്ദേശം വി.ഡി. സതീശൻ ഇംഗ്ലീഷ് പത്രത്തിലെ അഭിമുഖത്തിലൂടെ ഹൈക്കമാൻഡിന് പരോക്ഷമായിട്ട് നൽകുകയാണ്. നരേന്ദ്രമോദിയും വി.എസ്. അച്യുതാനന്ദനും മുഖ്യമന്ത്രിമാരായപ്പോൾ എന്ത് ഭരണ പരിചയമുണ്ടായിരുന്നു എന്നതാണ് സതീശന്റെ ചോദ്യം. കാഴ്ചപ്പാടും ടീം കെട്ടിപ്പടുക്കാനുമുള്ള ശേഷിയുമാണ് പ്രധാനം. ഉത്തരേന്ത്യയിലെ പരാജയങ്ങൾക്ക് സംഘടനാ ദൗർബല്യം കാരണമാണെന്ന് പറഞ്ഞ് കെ.സി. വേണുഗോപാലിനെതിരെ സതീശൻ ഒളിയമ്പ് എറിയാനും ശ്രമിക്കുന്നുണ്ട്. ഹൈക്കമാൻഡിന്റെ ഏത് തീരുമാനവും അംഗീകരിക്കണമോ എന്ന ചോദ്യം സാങ്കല്പികം എന്ന മറുപടിയിലൂടെ സതീശൻ അതിന് തയ്യാറല്ല എന്ന സന്ദേശവും നൽകി. തർക്കം തെരുവിലേക്ക് നീങ്ങിയതിൽ കോൺഗ്രസ് ഉന്നത നേതൃത്വത്തിന് കടുത്ത അമർഷവുമുണ്ട്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത പാർട്ടിക്കുള്ളിൽ കലഹം തീർക്കുവാനും അതേസമയം ഭരണത്തിൽ പുതിയൊരു ഊർജം കൊണ്ടുവരാനും കെൽപ്പുള്ള ഒരാളെയാകും ഹൈക്കമാൻഡ് അവതരിപ്പിക്കുക. അതൊരു പക്ഷേ നിലവിൽ പറഞ്ഞു കേൾക്കുന്ന പേരുകൾക്കും അപ്പുറത്താകാം. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെയും കോൺഗ്രസിന്റെ ഐക്യത്തെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ആ തീരുമാനം ഉടനുണ്ടാകും. കേരളം കാത്തിരിക്കുന്ന ആ പ്രഖ്യാപനം വരും മണിക്കൂറുകളിൽ ഡൽഹിയിൽ നിന്നും എത്തുമ്പോൾ അത് മാറ്റത്തിന്റെ പുതിയൊരു അധ്യായമായിരിക്കും കുറിക്കുക. രാഹുൽ ഗാന്ധിയുടെ ആ തീരുമാനത്തിനായിട്ട് ഉറ്റുനോക്കുകയാണ് കേരളത്തിലെ ജനത. കൊടും ചൂടിൽ ഈ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഷാഫിയുടെ ആ വരവ്. ദൃശ്യങ്ങൾ കൂടി ചേർക്കുന്നു, കാണാം. ആളുകളോട് ചൂടാവാ അതെനിക്കറിയില്ല. അങ്ങനെ ആളുകളോട് അങ്ങനെ പറയേണ്ട കാര്യമില്ല കേട്ടോ. നമുക്കറിയാലോ ഉള്ളിക്കാരാണ്.